കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. വിദ്യാർത്ഥികളെ മർദ്ദിച്ച ബസ് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EK അൻഷിദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുകൾ നിരത്തിലിറക്കാൻ KSU അനുവദിക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ അനുവദിക്കാത്ത ബസ്സുകൾ തടയാൻ KSU കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഞ്ചേരി തുറക്കലിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിരന്തരമായി വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്നുണ്ട്. ഇതിനെതിരെ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ നിരവധി തവണ മഞ്ചേരി ട്രാഫിക് പോലീസിൽ പരാതി നൽകിയതാണ്. എന്നാൽ ഇതുവരെ പ്രശ്നം പരിഹരിക്കാൻ പോലീസ് തയ്യാറായില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മഞ്ചേരി തുറക്കലിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചിട്ടു പോകുന്ന സംഭവമുണ്ടായി. ഇതിനെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തത് അംഗീകരിക്കാനാവില്ല. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ KSU ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബസ്സുകൾ തടയുമെന്നും അൻഷിദ് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ക്യാമ്പസിൽ ഒരുക്കുമ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ അവർക്ക് അവകാശമായ ഇപ്പൊ കൺസെഷൻ 5 രൂപ വർദ്ധിപ്പിച്ചു. അവർക്കത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് 5 രൂപ നമ്മൾ ബസ് ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സർക്കാരാണ് 5 രൂപ നിശ്ചയിച്ച് 5 രൂപ കൺസെഷന്റെ പൈസയും കൊടുക്കുന്നുണ്ടല്ലോ. വെറുതെ വിദ്യാർത്ഥികള് പൈസ കൊടുക്കാതെ അല്ലല്ലോ ബസ്സിൽ ഓടുന്നത്. ബസ്സിൽ ഫ്രീ ആയിട്ടാണോ കുട്ടികളെ കൊണ്ടുപോകുന്നത്? അല്ല, അവിടെ കൺസെഷൻ 5 രൂപ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ബസ് ജീവനക്കാർ കാണിക്കുന്ന ഈ കോപ്രായത്തിനെതിരെ ശക്തമായ പ്രതിഷേധം KSU അറിയിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ഈ ദിവസം ഉണ്ടായ വലിയ അക്രമം ഇപ്പൊ ഇന്നലെ 16-ാം തീയതി ഇതുപോലെ തന്നെ ബസ് തടയാമെന്ന വിദ്യാർത്ഥികൾ തടയാനല്ലോ വന്ന് ബസ് ജീവനക്കാരോട് സംസാരിക്കാൻ വന്ന സമയത്ത് അവർ കാണിച്ച നാടകം. ബസ് അങ്ങ് സെന്ററിൽ നിർത്തിയിട്ട് ചാവി ഒരാള് കണ്ടക്ടർ ചാവി എടുത്തു പോകുന്നു, ഡ്രൈവർ അവിടെ നിന്ന് മുങ്ങുന്നു. എന്നിട്ട് അവിടെ ഒരു നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവസാനം പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ 10 മിനിറ്റോളം മഞ്ചേരി അങ്ങാടി ടൗൺ മൊത്തം ബ്ലോക്കായ സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ദിവസം ആ ചാവി കണ്ടക്ടറെ പോക്കറ്റിൽ ഇതല്ല നിങ്ങളെ ബസ്സിലെ ചാവി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നാടകവും കോപ്രായം കാണിച്ച് ഇവിടെയുള്ള ബസ് ജീവനക്കാർ മുന്നോട്ട് പോകുമ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയൻ ഒറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ കൺസെഷൻ കൊടുത്ത് തന്നെ ബസ്സിൽ യാത്രയാകും. അത് തടഞ്ഞ് ബസ് നിർത്താതെ പോകുന്ന സാഹചര്യം മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ വന്നാൽ ഞങ്ങൾ ഒറ്റ കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരു ബസ്സും ഇവിടെ ഓടുകയില്ല. ആ ബസ് തടയാനും അതിന് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാനും KSU തയ്യാറാകും. ഞങ്ങൾ വളരെ സമാധാനത്തോടെ ചർച്ച ചെയ്യാനും തയ്യാറായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവരുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. 14-ാം തീയതി നടന്ന ഇൻസിഡന്റിന്റെ ബാക്കി അവര് ഈ 16-ാം തീയതി വിദ്യാർത്ഥികളെ വീണ്ടും ആക്രമിക്കുകയുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ 16-ാം തീയതി നമ്മളെ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് FIR ആയി. ഇതിന്റെ അകത്ത് ഒരാളുടെ കയ്യിൽ വളയിട്ടുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. വളയിട്ടത് കൊണ്ടാണ് ഒരാളെ ഒരു ജീവനക്കാർ വടി കൊണ്ടും ഡ്രൈവറുടെ വലത് കൈ കടിക്കുകയും ഇരുമ്പ് വള കൊണ്ട് നെഞ്ചത്തി ഇടിക്കുകയും ചെയ്ത പരാതിക്കാരനെ സഹായിക്കാൻ വന്ന ബസ്സിലെ സഹപ്രവർത്തകരെ അടിക്കുകയും ചെയ്തു. തനി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു FIR ഇവിടെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഇട്ടേക്കാം. KSUക്കാരെയും MSFകാരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി മാറ്റാനാണ് ഇവിടുത്തെ നേതൃത്വം, ഇവിടുത്തെ CITUവിന്റെ നേതൃത്വം തയ്യാറാവുന്നതിന് ഞങ്ങൾ ഒരൊറ്റ കാര്യം പറയുന്നു. ഈ മഞ്ചേരി കോഴിക്കോട് റൂട്ടിലെ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ബസ് ജീവനക്കാർ പോകുന്ന ശക്തമായ സമരവുമായി കേരള വിദ്യാർത്ഥി മുന്നിലുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി നസീബ് യാസീൻ, പോളിടെക്നിക് കോളേജ് മാഗസിൻ എഡിറ്റർ V ഷാഹിദ്, P രോഹിത്, P ഷിബിൽ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.